ഹായ് മക്കളെ, ഇന്നലെ ഞാനിങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ എന്നെ പരിചയമുള്ള ഇക്കൊല്ലം 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെന്നൊക്കെ അവനറിയാം. അവൻ എന്നോട് ചോദിക്കുകയാണ്, ഈ +1 അത്ര ടഫാണോ? ഈ +1 സയൻസ് എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിക്കണത്? ആരെങ്കിലും എന്നെ പറഞ്ഞ് പേടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചു. അവൻ പറയാണ്, ഈ SLC എക്സാം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ അയൽവാസികളെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഒന്നുമല്ല, അതായത് ഇനി +1 നീ എത്ത്, +1 ഭയങ്കര ടഫായിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സമയം ഒരു ഒഴിവ് പോലും ഉണ്ടാവില്ല, വെക്കേഷൻ ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫുൾ ടൈം നീ എന്തെങ്കിലും പഠിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവൻ ആകെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ചിലപ്പോൾ കുറേ പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അനുഭവം ഉള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ ആരെങ്കിലും പറയണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ അവർ പാരന്റ്സ് എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, +1 സയൻസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ടഫ് ഉള്ള ഒന്നല്ല. എന്ത് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ ഈ ബേസ് സെറ്റ് ആണെങ്കിൽ, ബേസ് സെറ്റ് അല്ലാത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവന് +1 ഫിസിക്സ് നല്ല ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, വെറുതെ പറയുന്നല്ല, ഭയങ്കര സീരിയസ് ആയിട്ട്, വളരെ 100% സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്, ജെന്യൂൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം +1 സയൻസ് എടുക്കുന്ന കുട്ടികളോട് ഞാൻ ആദ്യം പറയുന്ന ഒന്നാമത് ഞാൻ ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ, നിങ്ങൾക്ക് മാത്സും ഫിസിക്സും നല്ലവണ്ണം അറിയാം, അല്ലെങ്കിൽ മാത്സ് നല്ലവണ്ണം അറിയോ എന്നുള്ള. മാത്സ് നല്ലവണ്ണം അറിയുന്ന ഒരു കുട്ടി +1 സയൻസ് എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോയ്സ്. കാരണം മാത്സിന് ബേസ് അറിയെങ്കിൽ അവൻ ഫിസിക്സും എളുപ്പമായിരിക്കും, ബാക്കിയുള്ള ഏത് സബ്ജക്റ്റും അവന് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം ഈ മാത്സ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണല്ലോ. സിമ്പിളായിട്ട് കുറേ പ്രാവശ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, +1 പഠിക്കുന്നത്. അല്ലെങ്കിൽ +1 പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് കേൾക്കുന്ന കാര്യം എന്താ പറയുക, ഈ 8ലും 9ലും പഠിച്ചതിൽ അല്ലെങ്കിൽ 8ഉം 9ഉം +1 ബേസ്. എസ്പെഷ്യലി ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമാണ്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സുമാണ് +1 ബേസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അവിടെ പഠിക്കുന്ന മോഷന്, യൂണിറ്റുകളുടെ കാര്യങ്ങൾ, മറ്റുള്ള പല കാര്യങ്ങളും, നിങ്ങൾ ഫ്ലൂയിഡിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, പ്രഷറിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് +1 ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ സെറ്റ് ആക്കണം എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലാത്തൊരു കുട്ടിക്ക് +1 സയൻസ് എടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ 100% ഉറപ്പ് പറയാം. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ 100% പറയുന്നത് വെച്ചാൽ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ആ ബേസ് നമുക്ക് സെറ്റാക്കണം അല്ലേ? ബേസ് സെറ്റാക്കാൻ ഇനി എന്താ സാറേ വഴിയുള്ളത്? കാരണം SLC റിസൾട്ട് ഈ മെയ് 15-ാം തീയതി വരുന്നു. പിന്നെ നമുക്ക് +1 അലോട്ട്മെൻറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ തിരക്കിലായിട്ട് പോകും. നമുക്ക് വേറെ സമയമൊന്നും പഠിക്കാനില്ല. പിന്നെ നേരെ +1 ക്ലാസ്സിലേക്കാണ് പോകുക. സ്കൂളിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബേസ് ഒന്നും എടുത്തു തരാനുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ബേസ് സെറ്റാക്കണം. ആ ബേസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് MS സൊല്യൂഷൻ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്ലാൻ അങ്ങോട്ട് തരികയാണ്. അതായത് നമ്മൾ നാളെ, അതായത് വെള്ളിയാഴ്ച രാത്രി മുതൽ നമ്മൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് മാത്സിനും ഫിസിക്സിനും നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അടിപൊളിയല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾ അവിടെ പഠിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല, അവിടെ പഠിച്ചത് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ രസകരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ മറ്റൊരു ഹാപ്പി ന്യൂസ് എന്താ വെച്ചാൽ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയ +1 സയൻസിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് സാർ ആരും മിസ്സാക്കരുത് എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യം നാളെ ലൈവിലേക്ക് വാ. നമ്മൾ ഉഷാറായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ മതി, അത് പഠിച്ചിട്ട് ഈ ബ്രിഡ്ജ് കോഴ്സ് സെറ്റാക്കുന്നതായിരിക്കും. അതേപോലെ +1 സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും വാ, നമ്മൾ ഉഷാറാക്കും. ഓക്കെ.